ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് തന്നെ തുടരുക. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ 1998-99 കാലഘട്ടത്തിലാണ് ശബരിമലയുടെ ക്ഷേത്ര ശ്രീകോവിലിന്റെ മേൽക്കൂരയും പ്രധാനപ്പെട്ട 4 മൂലകളിലെ തൂണുകളും സ്വർണം പൂശിയത്. ദ്വാരപാലക വിഗ്രഹത്തിന്റെ കവചങ്ങളും അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നു. ഈ സ്വർണം പൊതിയുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത 30 കിലോയോളം സ്വർണമായിരുന്നു. തനി തങ്കമാണ് അന്ന് ഉപയോഗിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ശബരിമലയിൽ തന്നെ വെച്ചാണ് നടന്നിരുന്നതും ഇതിന് നേതൃത്വം കൊടുത്ത ചില ആളുകൾ, അതായത് ഈ മേൽക്കൂര സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത സ്വർണം പണിഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിനും ദേവസ്വം വിജിലൻസിനുമൊക്കെ. അന്ന് 30 കിലോ സ്വർണം ഉണ്ടായിരുന്നുവെന്നും ഈ ദ്വാരപാലക ശില്പത്തിന്റെ കവചങ്ങൾക്ക് ഏകദേശം 4 കിലോയോളം ഭാരം ഉണ്ടായിരുന്നെന്നും 4 കിലോ സ്വർണം ഉപയോഗിച്ചാണ് കവചങ്ങൾ സ്വർണം പൊതിഞ്ഞതെന്നും അന്ന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിലെയും മരാമത്തിലെയും ഉദ്യോഗസ്ഥരോട് 1999 രേഖകൾ ചോദിച്ചത്, സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചത്. പക്ഷേ അത് ഇതുവരെയായും കൈമാറിയിട്ടില്ല. ഒരു പക്ഷേ രേഖകൾ നശിപ്പിച്ചതാണോ അതോ നശിച്ചു പോയതാണോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് ഇത് നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ നയപരമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പാണ്. കാരണം ശബരിമലയിൽ നിന്നും കളവ് പോയ സ്വർണത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അളവ്, തൂക്കം ഇതൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത് കൃത്യമായി കിട്ടണം എന്നുണ്ടെങ്കിൽ 99-ലെ സ്വർണം പൊതിഞ്ഞ കാലം മുതലുള്ള കണക്കുകൾ ശേഖരിക്കണം, അത് പരിശോധിക്കണം. UB ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് കൃത്യമായും 30 കിലോ സ്വർണം സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്, തങ്കമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രേഖകളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇതിനൊരു വ്യക്തമായ മറുപടി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ഉദ്യോഗസ്ഥരോട് ചില രേഖകൾ ചോദിച്ചത്. അത് നൽകാത്തൊരു സാഹചര്യം. നേരത്തെ തന്നെ രേഖകൾ നൽകിയിട്ടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹൈക്കോടതി അതൊരു പരാമർശമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. രേഖകൾ പിടിച്ചെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരുന്നുവെന്ന്. കാരണം ചില രേഖകൾ നൽകാതെ വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആ രേഖകൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കോടതി പരാമർശിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 1999-ലെ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ രേഖകൾ ആവശ്യപ്പെട്ടത്. അത് നൽകാൻ ഇതുവരെയായും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസോ ശബരിമല ദേവസ്വമോ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, മരാമത്ത്, അതായത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്തുന്നതിന്റെ ചുമതല മരാമത്ത് വകുപ്പിലാണ്. മരാമത്ത് വകുപ്പും ഇതുവരെയായി രേഖകൾ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ രേഖകൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ SIT സംഘം തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം ഇത് കൈവശം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.